Module 4 Company Management. Appointment of Directors. First director. A first director are usually named in the article. Where the company has no articles or the articles are silent regarding the appointment of directors, the subscribers to the memorandum who are individuals shall be deemed to be the first director of a company until the director are duly appointed. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഡയറക്ടർ ആരാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടറാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിനിടയിൽ ഫസ്റ്റ് ഡയറക്ടറായിട്ട് വരുന്നത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഡയറക്ടർ എന്നുള്ളത് ആർട്ടിക്കിളിൽ പറയുന്നില്ല. ഓക്കെ, ആർട്ടിക്കിളിൽ ഫസ്റ്റ് ഡയറക്ടർ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഡയറക്ടർ എന്നുള്ളത് സൈലൻ്റ് ആണ്, അതിനെക്കുറിച്ച് പറയുന്നില്ല. ദ സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മോറാൻഡം ഹു ആർ ഇൻഡിവിജ്വൽസ് ഷാൽ ബി ഡീംഡ് ടു ബി ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് എ കമ്പനി. അപ്പോൾ ഒരു ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ മെമ്മോറാൻഡം സബ്സ്ക്രൈബ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെയാണ്, അതായത് മെമ്മോറാൻഡം ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മെമ്മോറാൻഡത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഫസ്റ്റ് ഡയറക്ടറായിട്ട് പറയുന്നത്. In case of one person company, an individual being member shall be deemed as the first director and the director or directors are duly appointed by the member. ഇൻ കേസ് നമ്മൾ പറഞ്ഞു വൺ പേഴ്സൺ കമ്പനിയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരേ ഒരു ഇൻഡിവിജ്വലേ ഉണ്ടാവുള്ളൂ അവരുടെ മെയിനായിട്ട് വരുന്നത്. ആ പേഴ്സൺ തന്നെയായിരിക്കും അവിടെ ഡയറക്ടറായിട്ട് വരുന്നത് ടിൽ ഒരു മെമ്പേഴ്സ് അവരുടെ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെ ഫസ്റ്റ് ഡയറക്ടർ എന്ന് പറയുന്നത് വൺ പേഴ്സൺ, ആ ഇൻഡിവിജ്വൽ തന്നെയായിരിക്കും. Then appointment by the company. Appointment of director is made by the company in general meeting. Section 152 provides that no person shall be appointed as a director of a company unless he has been allotted the director identification number under section 154. Every person is proposed to be appointed as a director by the company in general meeting or otherwise shall furnish his director identification number and the declaration that is not disqualified to become a director under this law. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് ഡയറക്ടർ ബൈ കമ്പനിയാണ്. ഇവിടെ ജനറൽ മീറ്റിങ്ങിലാണ് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദെൻ സെക്ഷൻ 152 അനുസരിച്ച് ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്യാത്ത, സെക്ഷൻ 154 അനുസരിച്ച് ഡയറക്ടേഴ്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അലോട്ട് ചെയ്തിട്ടില്ലാത്ത ആർക്കും ഡയറക്ടറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഡയറക്ടറായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരാൾ അയാളുടെ ഡയറക്ടർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ അയാൾ ഡയറക്ടറായിട്ട് ആക്ട് ചെയ്യാൻ ക്വാളിഫൈഡ് ആണ് അല്ലെങ്കിൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അവർ ഡിസ്ക്വാളിഫൈഡ് അല്ല എന്നുള്ള രീതിയിലുള്ള ഡിക്ലറേഷനും അതിൻ്റെ കൂടെ കൊടുത്തിരിക്കണം. ദെൻ not less than 2/3 of total number of directors of a public company must be appointed by the company in general meeting. അപ്പോൾ നമ്മൾ പറഞ്ഞു 2/3 of the total number of directors, minimum 2/3 of the total number of directors. ഒരു പബ്ലിക് കമ്പനിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് ലെസ് ദാൻ 2/3 ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൽ 2/3 ഡയറക്ടർ എങ്കിലും നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് എങ്കിലും ജനറൽ മീറ്റിങ്ങിൽ കമ്പനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Then this director must be subject to retirement by rotation. For example, if a company has 9 directors, 3 of them need not retire by rotation. From the other 6 directors, 2 each shall retire every year. അപ്പോൾ നമ്മൾ പറഞ്ഞു 1/3 1/3 ഫിക്സ്ഡ് ആണ്. ദെൻ അത് ബാക്കി വരുന്ന 2/3 അതായത് ഫുൾ 9 ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 3 ഡയറക്ടർ റൊട്ടേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഫിക്സ്ഡ് ആണ്. ബാക്കി വരുന്ന 6 ഡയറക്ടേഴ്സിൽ 2 പേര് വെച്ച് എല്ലാ ഇയേഴ്സും അവരുടെ പൊസിഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഫോളോയിങ് റൂൾസ് ഓൾസോ ഷുഡ് ബി കംപ്ലൈഡ്. The director to retire by rotation at annual general meeting shall be those who have been longest in the office since their last appointment. അപ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു റൊട്ടേഷൻ വഴി നമ്മൾ ഡയറക്ടേഴ്സിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു, റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കും. ഡയറക്ടേഴ്സ് ഓരോ ടൈമിൽ ഓരോ ഇയറിലും 2 പേര് വെച്ച് റിട്ടയർ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ റിട്ടയർ ആവുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അവരുടെ ഓഫീസ്, അതായത് ആ ഒരു കമ്പനിയായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട് ഓഫീസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളായിരിക്കണം. അതായത് ആ കമ്പനിയായിട്ട് വർക്ക് ചെയ്ത് കുറേ വർഷങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഏറ്റവും ലോങ്ങസ്റ്റ് പൊസിഷൻ വഹിക്കുന്നത്, അതായത് ഏറ്റവും ഏജ്ഡ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ വർഷം അതിൽ ഓഫീസ് അഫയേഴ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളായിരിക്കും അതിൽ റിട്ടയർ ആവേണ്ടത്. Then at the annual general meeting at which a director retires by rotation, a company may fill up the vacancy by appointing a retiring director or some other person. Then ഇങ്ങനെ റിട്ടയർ ആയിട്ട് പോകുമ്പോൾ തന്നെ
ജനറൽ മീറ്റിംഗ്, ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഈ റിട്ടയർ ആയി പോകുന്ന ടൈമിൽ തന്നെ അത് ഫില്ലപ്പ് ചെയ്യാൻ, ആ വേക്കൻസി വരുന്നത് അപ്പോൾ തന്നെ ഫില്ലപ്പ് ചെയ്ത് പോകേണ്ടതാണ്. ദെൻ അത് റിട്ടയർ ആയ ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് റൊട്ടേഷനാണ് അല്ലേ, റിട്ടയർ ആയി പോയിട്ട് ഇതിന് മുൻപ് റിട്ടയർ ആയ ഡയറക്ടേഴ്സിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേഴ്സൺസിനെയോ നമ്മൾക്ക് ആ വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. If the vacancy of the retiring director is not filled up, the meeting may resolve not to fill the vacancy. If there is no such resolution, the meeting shall be stand adjourned till the same day next week. Then അപ്പോൾ നമ്മളങ്ങനെ വേക്കൻസി ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ ആ വേക്കൻസി ഫില്ല് ചെയ്യുന്നതായിട്ടുള്ള റെസൊല്യൂഷൻ അവിടെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ സെയിം ഡേ നെക്സ്റ്റ് വീക്കിൽ സെയിം ഡേ തന്നെ ഈ മീറ്റിംഗ് ഒന്നുകൂടെ എന്താണ് അഡ്ജേൺ ചെയ്യുന്നതാണ്. ഓക്കെ. Then if the adjourned meeting also the place of retiring director is not filled up, the retiring director shall be deemed to have been reappointed at the adjourned meeting. അപ്പോൾ ഇൻ കേസ് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്തു, ഈ സെയിം ഡേ നമ്മൾക്ക് റിട്ടയർ ആയ ഡേ തന്നെ മറ്റൊരാളെ വയ്ക്കാൻ പറ്റിയില്ല, സോ നമ്മൾ സെയിം വീക്കിൽ നെക്സ്റ്റ് വീക്കിൽ സെയിം ഡേയിൽ മറ്റൊരു മീറ്റിംഗ് വെച്ചു. ആ മീറ്റിങ്ങിലും നമ്മൾക്ക് ഈ പൊസിഷൻ റിട്ടയറിംഗ് ഡയറക്ടറിൻ്റെ പൊസിഷൻ ഫില്ലപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ആ മീറ്റിങ്ങിൽ നമ്മൾക്ക് റിട്ടയർ ആയിപ്പോയ ആ ഡയറക്ടറിനെ തന്നെ റീഅപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇഫ് ദ വേക്കൻസി ഓഫ് ദ റിട്ടയറിംഗ് ഡയറക്ടർ ഇസ് നോട്ട് ഫിൽഡ് അപ്പ്, ദ മീറ്റിംഗ് മേ റിസോൾവ് നോട്ട് ടു ബി fill the vacancy. If there is no such resolution, the meeting shall be stand adjourned till the same day next week. If the adjourned meeting also the place of retiring director is not filled up, the retiring director shall be deemed to have been reappointed at the adjourned meeting. ഇവിടെ പറയുന്നത് ഇങ്ങനെ റിട്ടയർമെൻറ്റ് വഴി വരുന്ന വേക്കൻസീസ് നമ്മൾക്ക് ആ മീറ്റിങ്ങിൽ തന്നെ ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് വീക്കിൽ സെയിം ഡേ തന്നെ നമ്മൾ ഒരു മീറ്റിംഗ് കൂടെ വെക്കുന്നതായിരിക്കും. ദെൻ ആ മീറ്റിങ്ങിലും നമ്മൾക്ക് റിട്ടയർ ആയിപ്പോയ ആളുടെ പ്ലേസിൽ മറ്റൊരാളെ ഫില്ല് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, റിട്ടയർ ആയ ആ ഡയറക്ടറിനെ തന്നെ റീഅപ്പോയിൻറ്റ് ചെയ്തതായിട്ട് അവിടെ അങ്ങനെ അഡ്ജേൺ ചെയ്ത മീറ്റിങ്ങിൽ അങ്ങനെ ഒരു റെസൊല്യൂഷൻ എടുക്കുന്നതായിരിക്കും. ദെൻ നെക്സ്റ്റ് ആണ് അപ്പോയിൻമെൻറ്റ് ബൈ ഡയറക്ടേഴ്സ്. ദ ഡയറക്ടേഴ്സ് ഓഫ് എ കമ്പനി മേ അപ്പോയിൻറ്റ് ഡയറക്ടേഴ്സ്. അപ്പോൾ കമ്പനിയുടെ ഡയറക്ടേഴ്സിന് തന്നെ മറ്റൊരു ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് പറയുന്നതാണ് അഡീഷണൽ ഡയറക്ടർ. ഇഫ് ദ ആർട്ടിക്കിൾസ് സോ പ്രൊവൈഡ്, ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ക്യാൻ അപ്പോയിൻറ്റ് അഡീഷണൽ ഡയറക്ടർ ഹു ഷാൽ ഹോൾഡ് എൻ ഓഫീസ് ഓൺലി അണ്ടിൽ ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. However, he should not be a person who had failed to get appointed as director in general meeting. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആർട്ടിക്കിളിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അഡീഷണൽ ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ദെൻ ഹു ഷാൽ ഹോൾഡ് ഓഫീസ് ഓൺലി അറ്റ് ദ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ്. അവർ നെക്സ്റ്റ് ആനുവൽ ജനറൽ മീറ്റിംഗ് വരെ അവർ ആ ഒരു പൊസിഷൻ അവർ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ അവർ നിൽക്കുന്ന പൊസിഷൻ അവർ അടുത്ത ജനറൽ മീറ്റിംഗ് വരെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവരെ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. However, he should not be a person who had failed to get appointed as a director in general meeting. പിന്നെ പറയുന്നത് ജനറൽ മീറ്റിങ്ങിൽ ഡയറക്ടർ ആകാനുള്ള ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷനിൽ അയാൾ ഫെയിൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങനെ അഡീഷണൽ ഡയറക്ടർ ആവാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ആണ് കാഷ്വൽ വേക്കൻസി. Casual vacancy means any vacancy which occurs by reason of death, resignment, disqualification or failure of an elected director to accept office. ദെൻ അപ്പോൾ കാഷ്വൽ വേക്കൻസി വരുന്നത് എങ്ങനെയൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡെത്ത്. ഓക്കെ, ഒരാൾ ഡെത്ത് ആയി പോയിട്ട് അവിടെ വേക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ, ദെൻ റിസൈൻമെൻറ്റ്, ഒരാൾ റിസൈൻ ചെയ്ത് പോയിട്ട് നമ്മൾക്ക് ആ വേക്കൻസി വരുന്നുണ്ടെങ്കിൽ, ദെൻ ഡിസ്ക്വാളിഫിക്കേഷൻ, ഒരു പേഴ്സൺ ഡയറക്ടർ ആവാനായിട്ട് ഡിസ്ക്വാളിഫൈഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ദെൻ നമ്മൾ എലക്ട് ചെയ്ത ഒരാൾക്ക് ആ ഒരു പൊസിഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കേസസിലൊക്കെയാണ് വേക്കൻസി വരുന്നത്, കാഷ്വൽ വേക്കൻസി വരുന്നത്. In the case of a public company or a private company which is a subsidiary of a public company, if the office of any director appointed by the company in general meeting is vacated before his term of office expires in normal course, the resulting casual vacancy may be filled by the board of director at the meeting of the board. അപ്പോൾ ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി ഓർ പ്രൈവറ്റ് കമ്പനി രണ്ടായാലും, അല്ലെങ്കിൽ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി ആവാം, പ്രൈവറ്റ് കമ്പനി ആവാം, അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി ആവാം. ഇഫ് ദ ഓഫീസ് ഓഫ് എനി ഡയറക്ടർ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് വെക്കേറ്റഡ് ബിഫോർ ദ ടേം ഓഫ് ഓഫീസ് എക്സ്പയർസ് ഇൻ നോർമൽ കേസ്. അപ്പോൾ നോർമൽ കോഴ്സ് എക്സ്പയറി ആകേണ്ട, അല്ലെങ്കിൽ ഒരു പേഴ്സൺ എലക്ട് ചെയ്തിട്ട് ആ എക്സ്പയറി ആവേണ്ട, അയാളുടെ ആ ഒരു പൊസിഷൻ എക്സ്പയർ ആവേണ്ട ഡേറ്റിന് മുൻപ് അത് വേക്കൻ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ, ഓക്കെ,
then vacated before his term. Okay, ആ ടേമിന് മുൻപ് അത് വെക്കേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ദ റിസൾട്ടിങ് കാഷ്വൽ വേക്കൻസി മേ ബി ഫിൽഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ബോർഡ് മീറ്റിങ്ങിലൂടെ അല്ലെങ്കിൽ ബോർഡ് മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് ആ വേക്കൻസി ഫില്ല് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഇവിടെ പറയുന്നത് പബ്ലിക് കമ്പനി അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനി ഓർ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനിയുടെ സബ്സിഡിയറി കമ്പനി ആണെങ്കിലും ഇൻ കേസ് അവിടെ ആ ഒരു നോർമൽ കോഴ്സ് അവരുടെ ഒരാൾ ഡയറക്ടർ ആക്കിയിട്ടുള്ള ആ ഒരു ടേം ഫില്ലാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ ആ ടേം എക്സ്പയർ ചെയ്യുന്നതിന് മുൻപ് അവർ വെക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പൊസിഷൻ ഫില്ല് ചെയ്യാൻ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനാണ് റൈറ്റ്. ബോർഡ് മീറ്റിങ്ങിൽ അവർക്ക് ആ വേക്കൻസി ഫില്ല് ചെയ്യാവുന്നതാണ്. The person appointed shall hold office up to the date the director in whose place he was appointed would have continued to hold office. ഓക്കെ, അപ്പോൾ ഇൻ കേസ് അങ്ങനെ വെക്കേറ്റ് ആവുന്ന സമയത്ത് ആരെയാണോ എലക്ട് ചെയ്യുന്നത് അവർ ആ ഒരു ഓഫീസ് അതിൻ്റെ ടേം നമ്മൾ പറഞ്ഞു എക്സ്പയർ ആവുന്നതിന് മുൻപാണ് അവർ വെക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ടേം കഴിയുന്നത് വരെ അവരെ നമ്മൾക്ക് ആ പ്ലേസിൽ അപ്പോയിൻറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് alternate directors. If permitted by articles or by resolution in general meeting, the board of directors of a company may appoint an alternative director in place of original director who may be absent from the state for a period of long than 3 months. അപ്പോൾ ഒരു ഒറിജിനൽ ഡയറക്ടർ മോർ ദാൻ 3 months ആബ്സെൻ്റ് ആണ്, അല്ലെങ്കിൽ അവർക്ക് ആ പൊസിഷൻ മോർ ദാൻ 3 months അവിടെ അവർക്ക് ആ പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം അവരുടെ ആ പൊസിഷൻ ജസ്റ്റ് ആ ടൈമിൽ അവർ വരുന്നത് വരെ ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം. അവരെയാണ് ആൾട്ടർനേറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാം. ആർട്ടിക്കിൾസിൽ അങ്ങനെ ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടാണെങ്കിലും നമ്മൾക്ക് ഒരു ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ വെക്കാവുന്നതാണ്. But no person shall be appointed as an alternate director for an independent director unless he is qualified to be appointed as an independent director under the provisions of Act. അപ്പോൾ ഒരു ഡയറക്ടർ മോർ ദാൻ 3 months ആബ്സെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പൊസിഷനിൽ നമ്മൾക്കൊരു ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ വെക്കാവുന്നതാണ്. സ്പെഷ്യൽ റെസൊല്യൂഷൻ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ആക്ട് നമ്മുടെ ആർട്ടിക്കിളിൽ അങ്ങനെ ഒരു കാര്യം അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിലോ നമ്മൾക്ക് ഒരു ആൾട്ടർനേറ്റ് ഡയറക്ടറിനെ വെക്കാം. ബട്ട് നോ പേഴ്സൺ ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ആൾട്ടർനേറ്റ് ഡയറക്ടർ ഫോർ എൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ പൊസിഷനിൽ നമ്മൾക്കൊരു ആൾട്ടർനേറ്റീവ് ഡയറക്ടറിനെ വെക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഇനി പറയുന്നത്. അൺലെസ് ഹി ഈസ് ക്വാളിഫൈഡ് ടു ബി അപ്പോയിൻറ്റഡ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ആക്ട്. ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിഫിക്കേഷൻസ് അയാൾ ക്വാളിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ആൾട്ടർനേറ്റീവ് ഡയറക്ടറും മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ഡയറക്ടറിനെ നമ്മൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാം ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറിൻ്റെ ആബ്സെൻസിൽ. പക്ഷേ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾട്ടർനേറ്റീവ് ഡയറക്ടർ ഒരു ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവാനുള്ള ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു ആളായിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ബൈ തേർഡ് പാർട്ടീസ്. The articles under certain circumstances give the power to the debenture holders or other creditors who have advanced a loan to the company to appoint their nominees to the board. അപ്പോൾ ആ കമ്പനിയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിനോ അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനോ അവരുടെ ഭാഗത്തു നിന്നും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള നോമിനേഷൻ കൊടുക്കാം. ഓക്കെ, ബോർഡിലേക്ക് ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് അവരുടെ ഭാഗത്തുനിന്നും പാർട്ടീസിനെ അവർക്ക് നോമിനേറ്റ് ചെയ്യാം. ബട്ട് ദ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് അപ്പോയിൻറ്റഡ് ഷാൽ നോട്ട് എക്സീഡ് 1/3 ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിൻ്റെ 1/3 മാത്രമേ അങ്ങനെ എലക്ട് ചെയ്യുന്ന ഔട്ട്സൈഡ് പാർട്ടീസ് അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് എലക്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത്, തേർഡ് പാർട്ടീസ് നോമിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സിന് മാക്സിമം 1/3 മാത്രമേ ആകാൻ പാടുള്ളൂ. ആൻഡ് ദേ ആർ നോട്ട് ലയബിൾ ടു റിട്ടയർ ബൈ റൊട്ടേഷൻ. അവർക്ക് ഇങ്ങനെ ഒരു റൊട്ടേഷനിലൂടെ റിട്ടയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൊടുക്കുന്നില്ല. അതായത് ഓരോ ഇയറിലും നമ്മൾ പറഞ്ഞു 2 പേര് വെച്ച് റിട്ടയർ ചെയ്യുമെന്ന്. അങ്ങനെ ഒരു ഓപ്ഷൻ ഈ പറയുന്ന ഈ തേർഡ് പാർട്ടീസ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സിന് ഇല്ല. നെക്സ്റ്റ് ആണ് അപ്പോയിൻമെൻറ്റ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. എ പബ്ലിക് കമ്പനി ഓർ എ പ്രൈവറ്റ് കമ്പനി വിച്ച് ഇസ് സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി മേ പ്രൊവൈഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ് ദാറ്റ് at least 2/3 of the director may be elected to the board by the principle of proportional representation. The proportional representation may be by a single transferable vote or by a system of cumulative voting. The appointment shall be made once in 3 years and the interim casual vacancies, if any, shall be filled in the manner as provided in the Act. അപ്പോൾ അപ്പോയിൻമെൻറ്റ് ബൈ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ വോട്ടിംഗ് വഴി, സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയോ അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് വോട്ടിംഗ് വഴിയോ നമ്മൾക്ക് ഇങ്ങനെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നിന്നും ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം.
ദെൻ പബ്ലിക് കമ്പനി ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇത് ഇൻ കേസ് ഓഫ് പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി ആൻഡ് സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി, ഈ 3 കാര്യങ്ങളിലേ ഇത് പറ്റുള്ളൂ. ആൻഡ് ദ ഡയറക്ടർ മേ ബി ഇലക്റ്റഡ് ടു ദ ബോർഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ വഴി ഈ പറയുന്ന 3 സ്റ്റേറ്റ് ഓഫ് കമ്പനീസ്, അതായത് പബ്ലിക് കമ്പനി ആവാം, പ്രൈവറ്റ് കമ്പനി ആവാം, ദെൻ സബ്സിഡിയറി ഓഫ് പബ്ലിക് കമ്പനി ആവാം, ഈ 3ൻ്റെയും കേസിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം നടക്കുകയുള്ളൂ. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് ആവാം, ദെൻ ബൈ ക്യുമുലേറ്റീവ് വോട്ടിംഗ് ആവാം. ഈ 2 രീതിയിൽ നമ്മൾക്ക് വോട്ടിംഗ് വഴിയാണ് ഇങ്ങനെ നടത്തുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ ആണ് അല്ലേ, അപ്പോൾ വോട്ടിംഗ് വഴിയാണ് ഇങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓരോ 3 വർഷം കൂടുമ്പോഴും കാഷ്വൽ വേക്കൻസീസ്, ഇൻ്റെരിയം കാഷ്വൽ വേക്കൻസീസ് ഫില്ല് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു അപ്പോയിൻമെൻറ്റ് ചെയ്യാം. ദെൻ ആക്റ്റിൽ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ വേക്കൻസീസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. ദെൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. താങ്ക് യു.